കുളിച്ചൊരുങ്ങി എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ഞാൻ കണ്ണാടി നോക്കിയപ്പോഴാണ് എനിക്ക് കാര്യം ഓർമ്മ വന്നത്. ഞാൻ അധികം അങ്ങോട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല. കാരണം ഈ ഇടയായിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് ഒരുങ്ങണമെന്ന് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമില്ല. ഈ ഡാർക്ക് ലിപ് ഷെയ്ഡ് യൂസ് ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എൻ്റെ കസിൻ എപ്പോഴും പറയും എനിക്ക് ഓരോ ടൈം പീരീഡിൽ എൻ്റെ ഓരോ ഇഷ്ടങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത് പക്ഷേ ഒരു കണക്കിന് നല്ലതാണ്, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണത്. എപ്പോഴും ഒരേ ഒരു ഇത് തന്നെ പോകണതിനെക്കാട്ടിലും മാറ്റങ്ങൾ എപ്പോഴും നല്ലതാണ്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നേരെ ഹാർബറിലോട്ടാണ് വന്നത്. ഇവിടെ മീൻ വാങ്ങാനൊന്നും വന്നേല്ല കേട്ടോ. നമ്മളിന്ന് കടലിലോട്ട് ബോട്ടിൽ പോകാൻ പോവുകയാണ്. അങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് വേറൊന്നുമല്ല, ഞാൻ 5 മിനിറ്റ് കൂടുമ്പോൾ എവിടെ പോയാലും വിശക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കട തപ്പി ഇറങ്ങിയാണ്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് കട്ട മതി എന്ന് പറഞ്ഞ് മുകളിലോട്ട് കയറി പോയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ബോട്ടിൽ ഒഴിക്കാനുള്ള ഡീസൽ മേടിക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കട്ടൻ കുടിക്കണമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ തിരിച്ച് ബോട്ട് കിടക്കണം അവിടോട്ട് വന്നേട്ടാ. അങ്ങനെ പിന്നെ തിരിച്ചെപ്പോൾ വരുമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബോട്ടിൽ കയറാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നേരെ അഫ്സലിലോട്ടാണ് പോയത്. അവിടെ പോയി കാന്താരി ചിക്കൻ ഫ്രൈയും പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പോഴാണ് കേട്ടത് ഈ ഒരു സാധനം എൻ്റെ കണ്ണിൽ പെട്ടത്. അങ്ങനെ ഞാൻ അതൊരെണ്ണം മേടിച്ചു. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കഴിച്ച ഓർമ്മയുണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ ഇത്. പക്ഷേ എനിക്ക് ആ സ്കൂളിൽ വെച്ച് കഴിച്ച ഒരു ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ ഇപ്പോൾ കഴിച്ചപ്പോൾ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ക്ഷീണത്തിൽ അവിടെ നിന്നപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം കണ്ടത്. ഇതൊക്കെ ആരുടെ പടച്ചു വിടുന്നത്, വെങ്ങാനൂരിന് വെണ്ടാനൂരെന്നൊക്കെ എഴുതി വച്ചേക്കണം. പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചുകൊണ്ട് നേരെ ബോട്ടിൽ കയറി. ഞാൻ ഈ കിടന്ന് ചിരിക്കണത് ആ ബോട്ട് മൂവ് ആവണേൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. മാത്രമല്ല ഈ ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ടേക്കണേ എനിക്ക് ഭയങ്കര ഒരു ബേർഡൻ പോലെ തോന്നി കേട്ടോ. എനിക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇരുന്ന് മറ്റേ മീശ മാധവനിൽ കൊച്ചിനെ ഇപ്പം മറ്റേ കോളർ ഇട്ടുകൊണ്ട് നടക്കൂലേ, ഞാൻ തിരുവനന്തപുരത്തോട്ടൊന്ന് വിളിച്ചു ആ ഡയലോഗൊക്കെ പറഞ്ഞ് ചിരിച്ചിരുന്നതാണ് കേട്ടോ. നമ്മൾ ഈ കരയിൽ നിന്നിട്ട് കടലിലോട്ട് നോക്കണേക്കാളിലും കുറച്ചും കൂടി വേറൊരു ഫീലാണ് കടലിൽ നിന്ന് കരയിലോട്ട് നോക്കുമ്പം കേട്ടാ. പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ആ ലൈഫ് ജാക്കറ്റ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ഊരി അത് മടിയിൽ വെച്ച് എന്നിട്ട് ഞാൻ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് മുടിയൊക്കെ അയച്ചിട്ട് അതൊരു വല്ലാത്ത ഫീലായിരുന്നു ആക്ച്വലി. ഈ ഒരു വ്യൂവും കണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്. പോരാത്തതിന് എൻ്റെ മൈൻഡിൽ കൂടെ ആണെങ്കിൽ മറ്റേ തീരമേ ആ ഒരു സോങ് ആയിരുന്നു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. ആ ഒരു സോങ്ങും ഈ ഒരു വ്യൂവും ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഓളത്തിനനുസരിച്ച് നമ്മളിങ്ങനെ മൂവ് ആവണതും എല്ലാം കൂടി ഒരു വല്ലാത്ത ഫീലായിരുന്നു. പിന്നെ നമ്മൾ സ്നാക്സ് ഒക്കെ കൊണ്ടുപോയെന്ന് വരില്ലേ, അതൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ തിരിച്ച് കരയിലെത്തുന്നതിന് മുന്നേ ആയിട്ട്. അങ്ങനെ ഭാഗ്യത്തിന് തിമിംഗലത്തിൻ്റെ സ്രാവിൻ്റെ ഒന്നും വായിൽ പെടാതെ തിരിച്ച് കരയിലെത്തി കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു. അപ്പോൾ എനിവേസ് അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.